ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടെന്നുള്ളതാണ്. അവരുടെ ഒരു മൈൻഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കാം. ഓക്കെ, കറേജ്, മൈൻഡ്, പൊളിറ്റിക്സ്, മൊറാലിറ്റി ആൻഡ് റിസപ്റ്റിവിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇതൊരു യൂഷ്വൽ പാറ്റേണിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നില്ല. അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഏത് തരത്തിലുള്ളൊരു കണക്ഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിലും അതിനകത്ത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് ചില ബന്ധങ്ങൾ വളർന്നു വരാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ അവരുടെ ഫാമിലിയുടെ ഒരു അക്സെപ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ മൊത്തത്തിൽ പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് വളർന്നു പോകാനുള്ള വെള്ളവും വളവും നമ്മളുടെ സാഹചര്യങ്ങൾ തന്നെ ഒരുക്കി തരിക എന്ന് പറയുന്നത് പോലെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ചില റിലേഷൻഷിപ്പ് ആകട്ടെ വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ സാഹചര്യം, ജീവിത ചുറ്റുപാട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അങ്ങനെ പല കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ഏജ് വൈസ് ഒരുപാട് വ്യത്യാസമായിരിക്കാം. ഇനി ചിലരെ സംബന്ധിച്ച് ഭാഷ വ്യത്യാസമായിരിക്കാം. അപ്പോൾ അതായത് ഇപ്പോൾ കൂടുതലും പൊരുത്തക്കേടുകളുണ്ട് ആ രണ്ട് വ്യക്തികൾ ഒരുമിക്കുന്നതിന്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവാം. പക്ഷേ അതിനിടയിലും അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിലും വളർന്നു വരുന്ന ബന്ധങ്ങളുണ്ട്. എത്ര തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിലും ആ രണ്ട് വ്യക്തികൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പോകുന്ന റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പോൾ ഇവിടെയും അതുപോലെയുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കുറച്ചൊരു ടഫായിട്ടുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് പൊങ്ങി വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും അറിയായിരിക്കാം, റിലേഷൻഷിപ്പ് ചിലവർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കുമേ അവർക്ക് അറിയുന്നൊരു കാര്യമായിരിക്കാം, ഇന്ന ഇന്ന ഡിഫിക്കൽട്ടീസൊക്കെ ഭാവിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും നമ്മളത് ഓവർകം ചെയ്യും എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. ചിലവർ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ ഇവിടെ നമ്മൾ കറൻറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന ഒരു റിലേഷൻഷിപ്പാണത്. പക്ഷേ ഇപ്പോൾ മറ്റുള്ളവർ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് വരുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് നടക്കുന്നുണ്ടാവാം. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മൈൻഡ് ആൻഡ് പൊളിറ്റിക്സ് എനർജി, അതുപോലെ തന്നെ മൊറാലിറ്റി ആൻഡ് റിസപ്റ്റിവിറ്റി ആണ് വന്നിട്ടുള്ളത്. കറൻറ്റ്ലി ഒരു വ്യക്തി വളരെ റിജിഡായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്നത്, പരിക്കൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ളൊരു ഭാവത്തിൽ നിൽക്കണം. ഒട്ടും അഴവില്ല. എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. നമ്മളുടെ ആ ഒരു പഴയ വ്യക്തി തന്നെയാണോ ഇത് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം ചിലപ്പോൾ പെരുമാറുന്നത്. അതായത് അവിടെ ഒരു ബ്ലോക്കേജ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം. എന്നാൽ ഒരു വ്യക്തി, അത് മേ ബി നിങ്ങൾ തന്നെയായിരിക്കാം, ആ ഒരു റിസപ്റ്റിവിറ്റി എനർജിയിലാണ്. നിങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ റെഡിയാണ്. ആ ഒരു സോഫ്റ്റ്നെസ് നിങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ പേഴ്സൺ എനർജി നമ്മളോട് പറഞ്ഞതുപോലെ കുറച്ചൊരു കല്ല് പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം. ചിലപ്പോൾ പേഴ്സൻ്റെ പാസ്റ്റിലുള്ള ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം എന്നേ ഇല്ല. കാരണം അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാഹചര്യത്തിൽ കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളർന്നു വരില്ല. അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചീറ്റിംഗ് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ഫേക്ക് ഫേസ് ഇടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇങ്ങനെയല്ല, എൻ്റെ പേഴ്സൺ ഇങ്ങനെയല്ല, എന്തൊക്കെയോ മാറ്റങ്ങൾ ഈ പേഴ്സണ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആകെ മൊത്തം ഡിസ്റ്റർബ്ഡ് ആണ്. നമ്മളിവിടെ കാണുന്ന ഈ ഒരു മൈൻഡ് എനർജി പോലെ തന്നെ മൊത്തത്തിൽ
കുഴഞ്ഞു മറിഞ്ഞ് കിടക്കണം. എന്താണ് ഇപ്പോൾ ഇതിനകത്ത് സംഭവിച്ചതെന്നുള്ള ഒരു പിടിയും കിട്ടാത്ത ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ ഓവറോൾ എനർജിയിൽ കാണാനായിട്ട് കഴിയുന്നത്. മെയിൻലി നിങ്ങളാണ് കൺഫ്യൂസ്ഡ്. ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ ഒരാൾ കുറച്ചൊന്ന് റിജിഡായിട്ട് നിൽക്കുന്നു, ഒരാൾ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കിട്ടിയാൽ മതി. അല്ലെങ്കിൽ ഇതിനകത്ത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വന്നിട്ടുള്ള ക്യാരക്ടർ ചേഞ്ചോ എന്താണെന്നൊന്ന് അവരായിട്ട് തന്നെ തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ആശ്വാസം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എനർജിയാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഇതിനകത്ത് ഒരു സോഷ്യൽ ബാരിയേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ബാധ്യതയാകുന്ന അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നോർമലി ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ അവർ തമ്മിൽ എന്ത് കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും അവർ വിചാരിച്ച് മുന്നോട്ട് പോയാൽ മതി. പക്ഷെ ഒരു ഘട്ടം എത്തുമ്പോൾ പലരുടെയും ഇൻ്റർഫിയറൻസ് ഉണ്ടാവാം. അതിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലാവാം. ചിലരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ സൊസൈറ്റീനെ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് കരുതും, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തതാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ബൗണ്ടറി പേടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കിനി നോക്കാം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താണുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ് കറൻലി എന്നുള്ളത് അറിയാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഏസ് ഓഫ് എയർ, 2 ഓഫ് എയർ, ഹാങ്ഡ് മാൻ, ചാരിയറ്റ്, 3 of air, page of water, 3 of earth, messenger of air, empress, 3 of water, star, 5 of earth, king of air, 9 of fire, and king of earth. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കിയപ്പോൾ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് നല്ലതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് കറൻലി നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ എനർജി എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അതായത് ഇവരിപ്പോൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെ പറയാം. അതിൻ്റെ അർത്ഥം ഈ പേഴ്സണ് ഇമോഷൻസ് ഇല്ല എന്നല്ല, ഇമോഷൻസ് ഉണ്ട്. പക്ഷേ ആ ഇമോഷൻസിനേക്കാളും വലുതാണ് മുന്നോട്ടുള്ള പോക്ക് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇമോഷൻസിനകത്ത് പെട്ടുപോകുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിപൂർവ്വമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനം തെറ്റായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് അടിപ്പെട്ട് പോവാന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ വിഷമവും കാര്യങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൽ ഏത് ഇമോഷനാണെന്നുണ്ടെങ്കിലും ആ ഒരു അവസ്ഥയെ ഓവർകം ചെയ്യാൻ കഴിയുന്ന വ്യക്തിക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും അവർക്കൊരു വ്യക്തത ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ക്ലാരിറ്റി ഉള്ളൊരു പേഴ്സണാണ്. അവർക്ക് അവരുടെ ലൈഫിനെക്കുറിച്ച് നല്ലൊരു രീതിയിലുള്ള ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. മാത്രമല്ല നിങ്ങളോട് ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഒരു ഓപ്പൺ കോൺവെർസേഷനൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓണസ്റ്റായിട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന അങ്ങനെയുള്ള എനർജീസാണ്.
ഈസ് ഓഫ് എയർ, ടു ഓഫ് എയർ ഒക്കെയാണ്. പക്ഷേ അവിടെയും അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിനുള്ളൊരു സമയമായോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യം ഇതിനകത്തുണ്ടാവാം. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നമുക്ക് ആ ഒരു പൊളിറ്റിക്സ് എനർജി കിട്ടിയതാണ്. ഒരു മാസ്കിങ് അല്ലെങ്കിൽ ഒരു ഫേസ് ഹൈഡ് ചെയ്ത് നിൽക്കുന്നൊരവസ്ഥ, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ അത് പറയേണ്ട സമയം ഇതാണോ എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനകത്തൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു പോസ് എടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നെസ്, ഇവിടെ നമുക്ക് ആ ഒരു ഹാങ്മാൻ എനർജി കാണാം. ആ ഒരു സ്റ്റക്നെസ് ഉണ്ട്. ഒന്ന് ഇപ്പോൾ എടുത്തിയാടി ഒന്നും ചെയ്യേണ്ടെന്ന ഒരു സമയമായിട്ട് ആ ഒരു പേഴ്സണ് തോന്നുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഒരു വഴിക്കാണ്. അല്ലെങ്കിൽ അവർക്ക് കൂടുതലൊരു പ്രാധാന്യം കൊടുത്ത് അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതായത് കുറച്ച് ഒരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള എനർജിയാണ്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തന്നെ വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. സിറ്റുവേഷൻ മൂലം മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇനി മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു പ്രലോഭനം മൂലം പോയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചില പാഠങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2, 3 ദിവസങ്ങൾക്ക് മുൻപുള്ള റീഡിംഗ് ഒക്കെ അത്തരത്തിലുള്ള ചില റീഡിങ്സ് ആയിരുന്നു. അതായത് അത്രമേൽ സിറ്റുവേഷൻ നോക്കുമ്പോൾ പോലും നമുക്ക് റിലേഷൻഷിപ്പിനെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്ന വ്യക്തികളുടെ എനർജിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി സ്വന്തം കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം അവരുടെ അവരുടെ ഒരു മുന്നോട്ടുള്ള വളർച്ച എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് അതൊന്നും അത്രയും ഈ ഒരു പേഴ്സൺ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ആ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ അവർ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയാണ്, ഈ സിറ്റുവേഷൻ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ എടുത്ത ഓവറോൾ എനർജിയിൽ പറഞ്ഞൊരു കാര്യമാണ്, ചിലപ്പോൾ സൊസൈറ്റിയുടെ എന്തെങ്കിലും ഒരു ബാരിയർ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സൊസൈറ്റി എന്ത് ചിന്തിക്കും എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും മറ്റു പല കാര്യങ്ങളും കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ വ്യക്തിയെ നമ്മളെ മാത്രം കൺസിഡർ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി നമുക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടും, അല്ലെങ്കിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതിന് പകരമായിട്ട് വേറെ പലരും, അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങളും ആവാം, എക്സ് ഓർ വൈ എന്താണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കൂടി ഒരേ സമയം തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം അങ്ങനെയുള്ളൊരു കാര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് സൊസൈറ്റിയിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തി, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഇമേജ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാർഡം അതിനൊന്നും അതിനൊക്കെ തന്നെ കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഇപ്പം നമ്മൾ കറൻറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ പറഞ്ഞതുപോലെ അവരുടെ ഒരു മുന്നോട്ട് പോക്കിന് അവർ കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ വളരെ സ്ട്രോങ്ലി കാണാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മറ്റൊരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്ന ഡിഫിക്കൽട്ടീസ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ചിലപ്പോൾ തീർത്തും നോ കോൺടാക്റ്റിൽ നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു പഴയ പ്രയോറിറ്റി ഒന്നും തരാൻ ആവാതെ ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു പഴയ രീതിയിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു സ്റ്റാർ എനർജി, അതുപോലെ എംപ്രസ് ഒക്കെ പോലെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസും കയറി വന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് അതിനെല്ലാം കുറച്ചൊരു ടൈം വേണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കറൻറ്റ്ലി പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നില്ല. പെട്ടെന്നുള്ള ഒരു ആക്ഷൻ എടുത്ത് അല്ലെങ്കിൽ സഡൻലി എന്തെങ്കിലും ചെയ്ത് കാര്യങ്ങൾ ഡീവിയേറ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി അല്ല. നമ്മൾ പറഞ്ഞ പോലെ അവരുടെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റെബിലിറ്റി കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുന്നതായിട്ട് കാണാം. ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ കരിയറോ അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ആവാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം. അപ്പോൾ അവരുടെ ഫാമിലിയോടൊപ്പം നിന്നെങ്കിൽ മാത്രമേ അവർക്ക് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് വേണ്ടുന്നൊരു സമയമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത് എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ എങ്കിലും അവരുടെ മനസ്സിനകത്ത് നിങ്ങളെ കുറിച്ചുള്ള ഡ്രീം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എനർജീസ് നമുക്കിവിടെ നല്ലപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ അറിയാം. അവർ വളരെയധികം റിജിഡ് ആണ്. നമ്മൾ നേരത്തെ നോക്കിയപ്പോഴും കണ്ടതാണ്. ഒരു വ്യക്തി വളരെ സ്റ്റബേൺ ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് കല്ല് പോലെ ഇരിക്കുകയെന്ന് എന്ന് പറഞ്ഞതുപോലെ ആ ഒരു മനസ്സിനെ കല്ലാക്കി ഇരിക്കുക എന്ന് പറയുന്നത് പോലെ പോകാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ട്. കാരണം ഇമോഷൻസിന് അവർ ഇപ്പോൾ വലിയ വാല്യൂ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇമോഷൻസിന് അടിപ്പെട്ട് പോകാനായിട്ട് ആ വ്യക്തി കറൻറ്റ്ലി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് വിഷമമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും
അതിനേക്കാളും ഒക്കെ വലുതാണ് ഞാനിപ്പോൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനുള്ള ആൾക്കാരുടെ എനർജിയും കൂടിയാണ് ഇതിനകത്ത്. അപ്പോൾ ചിലപ്പോൾ ഒരു കാര്യമായിരിക്കില്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാവാം. നമ്മൾ ആദ്യത്തെ ആ ഒരു ഓവറോൾ എനർജിയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ട് അവിടെ നിന്ന് മുളപൊട്ടി വന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷേ എങ്കിലും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പോയിട്ടുണ്ടാവാം. പക്ഷേ തീർത്തും അനിവാര്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എതിർപ്പും കൂടി കയറി വന്നിട്ടുള്ള ഒരു സമയം ഇതായിരിക്കും. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഫോക്കസ് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതുപോലെ പോകുന്നതാണ് ബെറ്റർ എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ലാസ്റ്റായിട്ട് വന്നിട്ടുള്ളതും ആ ഒരു 9 ഓഫ് ഫയർ ആൻഡ് കിങ് ഓഫ് എർത്ത് എനർജീസ് ഒക്കെയാണ്. അതായത് കുറച്ചൊരു ടഫ് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഇത് ക്രോസ് ചെയ്യാനായിട്ട് നല്ല പാടുണ്ട് എന്ന് ഈ വ്യക്തിക്ക് അറിയാം. പക്ഷേ അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എടുത്തിയാടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് ശരിയാവില്ല, കൂടുതൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ആവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള സെയിം കാര്യങ്ങളാണ് കയറി വന്നിട്ടുള്ളത്. 5 ഓഫ് എർത്ത് ആൻഡ് കിങ് ഓഫ് എയർ എനർജീസാണ്. അതായത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ലോസ്, കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ കുത്തിയിരിക്കാനായിട്ട് റെഡിയല്ല. അതിനെ നമ്മൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് പറയില്ല എന്ന് പറയുന്ന പോലെ നോക്കിക്കാണാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പം നമ്മൾ കറൻലി ഒരു പേഴ്സൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീകൺസിലേഷൻ ഇവരുടെ മൈൻഡിനകത്തുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു ഫ്യൂച്ചർ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിന് പറ്റിയൊരു അവസരമല്ല, ഇപ്പോഴല്ല ഇതിനുള്ളൊരു സമയം എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. കുറച്ച് പ്ലാൻ ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്റ്റെബിലിറ്റി വന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ റിലേഷൻഷിപ്പിനകത്തൊരു ഫ്യൂച്ചർ ഉണ്ടാവൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇവർ നിങ്ങളുടെ അടുത്തും ഈ പറഞ്ഞതുപോലെ ഒരു പരുക്കൻ മുഖഭാവത്തിൽ ഇരിക്കുന്നത്. കാരണം കൂടുതലായിട്ട് ഇടപഴകുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വീണ്ടും പഴയ ട്രാക്കിലേക്ക് പോയാലോ എന്നുള്ള പേടി ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വരാം. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു പോസ് ഈ ഒരു വ്യക്തി എടുത്തിരിക്കുന്നത് മനഃപൂർവ്വം തന്നെയാണ്. അതായത് അവരുടേതായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണെന്നുള്ളത് നമുക്ക് കാണാം. തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഭയപ്പെട്ടിട്ടാണെങ്കിലും, അല്ലെങ്കിൽ സൊസൈറ്റിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കാരണം എന്ത് വേണമെന്നുണ്ടെങ്കിലും, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇപ്പോൾ തോന്നുന്നത് ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ബെറ്റർ. റിലേഷൻഷിപ്പിൻ്റെ ഭാവിക്കാണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിനാണെന്നുണ്ടെങ്കിലും ബെറ്റർ ഇതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ചിലവരോടെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് കുറച്ചൊരു സമയം വേണം, അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എനിക്ക് ഒന്നും എടുത്തിയാട് ചെയ്യാൻ പറ്റില്ല, കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ചിലവർ പറയണമെന്നില്ല. ചിലവർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും മുഖം തരാതെ തിരിഞ്ഞിരിക്കുന്ന വ്യക്തികളുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നോ കോൺടാക്റ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫിലോ ഒക്കെ പോകുന്ന വ്യക്തികളുടെ എനർജി തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു തരത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ട് വന്നിട്ടുള്ള സോഡിയക് സൈൻസ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജീസ്, അക്വേറിയസ്, ലീബ്ര, ജെമിനൈ ആൻഡ് ടോറസ്. ഇനി അതുപോലെ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 3, നമ്പർ 7, നമ്പർ 8, നമ്പർ 12 ആൻഡ് നമ്പർ 17. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് പേർക്ക് റെസണേറ്റ് ആവണമെന്നില്ല. നമ്മളെടുത്ത ആ ഒരു ഓവറോൾ എനർജി പ്രകാരമുള്ള ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും വളരെയധികം സങ്കീർണമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിൽ പോകുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കണം നിങ്ങളുടേത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതൽ റെസണേറ്റ് ആവുന്നത്. വ്യക്തിയിൽ നിന്ന് കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടാത്തൊരവസ്ഥയിലാകെ സങ്കടപ്പെട്ടിരിക്കുന്നൊരു എനർജിയും കൂടിയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ആയതുകൊണ്ട് തന്നെ സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അതിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.